എല്ലാവർക്കും നമസ്കാരം. മഴക്കാലക്കെടുതി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി അംഗൻവാടിയിലേക്ക് പ്രീ സ്കൂൾ കുട്ടികൾ വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം പല ജില്ലകളിലും ലഭിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ടീച്ചേഴ്സിന് സംശയമുള്ളത്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് പോർഷൻ ട്രാക്കറിനകത്ത് HCM അല്ലെങ്കിൽ THR മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംശയം ക്ലിയർ ചെയ്യുന്നതിനുള്ള സെഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി അവസാനം വരെ മനസ്സിലാക്കുക. ആയതിനു മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു മുൻകരുതലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുണ്ട്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം, കാറ്റും, മണ്ണിടിച്ചിൽ തുടങ്ങിയ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ അംഗനവാടികളെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതായത് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അതെന്ത് തന്നെയാണെങ്കിലും ദിവസവും നിങ്ങൾ പരിശോധിക്കണം. റെഡ് അലർട്ടാണോ, യെല്ലോ ആണോ, ഓറഞ്ച് ആണോ എന്നുള്ളത് എന്നും അറിഞ്ഞിരിക്കുക. അതേപോലെ നമ്മൾ അംഗൻവാടിയുടെ സുരക്ഷ ഉറപ്പാക്കണം. ചോർച്ചയുണ്ടോ, വൈദ്യുതി അപകട സാധ്യത വല്ലതുണ്ടോ, മരക്കൊമ്പുകൾ പൊട്ടി വീഴുന്ന സാഹചര്യത്തിലാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ റെഡ് അലർട്ട് ആണെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമുണ്ടെങ്കിൽ നിർബന്ധമായും കർശനമായിട്ടും പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. അതേപോലെ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പുകൾ യഥാസമയം തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒഫീഷ്യലായി കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള ആരോഗ്യ പോഷക നിർദ്ദേശങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം. ഇപ്പോൾ മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പാലിക്കുക. കുടിവെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കി ശുചിത്വവും കർശനമായിട്ട് പാലിക്കണം. അതേപോലെ വെള്ളക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൊതുക് പെരുകാനുള്ള സാഹചര്യമുണ്ട്. ആയതുകൊണ്ട് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ICDS ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പ്, ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിഷയം. ഇനി നമ്മളുടെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇത്തരത്തിൽ പ്രീ സ്കൂൾ സേവനം നിർത്തിവെക്കുന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. മഴക്കാലക്കെടുതി ആയതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കുട്ടികളായിട്ട് കുഞ്ഞു കുട്ടികളാണ്. അവർ ഇനി വരണ്ട എന്നുള്ള സാഹചര്യത്തിലാണ്. പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് നിർദ്ദേശം കിട്ടുക. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ടീച്ചേഴ്സിന് സംശയമുണ്ടാവുന്നത്. അതായത് നമുക്കറിയാം, ഇന്ന് SNP കൊടുക്കുന്നതിന് പുതിയൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പോഷകഭാഷ എന്ന ചാനൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ക്വാർട്ടർ വൈസ് ആയിട്ടാണ് ഇനി കേന്ദ്ര വിഹിതം വരികയുള്ളൂ. ആ വിഹിതത്തിനനുസരിച്ച് മാത്രമേ തുടർന്ന് ഈ കുട്ടികൾക്കൊക്കെ തന്നെ HCM നമുക്ക് വിളമ്പാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ തിരിച്ചറിയുക. അപ്പോൾ അതിൽ മാനദണ്ഡമാക്കി വെച്ചിട്ടുള്ളത് ഓരോ ക്വാർട്ടറിനും നിശ്ചയപ്പെടുത്തിയിട്ടുള്ള ഓരോ മാസങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ ആ നിശ്ചയിച്ചിട്ടുള്ള മാസത്തിൽ നമ്മൾ എത്രയാണോ പോർഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്തിയിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ ഈ കുട്ടിക്ക് HCM നമുക്ക് വിളമ്പാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഏതാണ്? ആ ക്വാർട്ടറിനെ ബേസ് ചെയ്യുന്ന ആ ഒരു മാസത്തിൽ 16 ദിവസം എങ്കിലും കുട്ടിയുടെ ഹാജർ നില രേഖപ്പെടുത്തണമെന്നുണ്ട്. ഇത്തരത്തിൽ 16 ദിവസം ഹാജറുള്ള കുട്ടികൾക്ക് മാത്രമേ മുടക്കം കൂടാതെയുള്ള HCM സേവനം ഇനി വരുന്ന മാസങ്ങളിലും കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള കേന്ദ്ര നിർദ്ദേശം നമ്മൾക്കുണ്ട്. ആയതുകൊണ്ടാണ് പല ടീച്ചേഴ്സിനും ഇപ്പോൾ സംശയമുള്ളത്. നമുക്കറിയാം, ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിനങ്ങൾ വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ പ്രവൃത്തി ദിനം കുറവായതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മഴക്കെടുതി കൂടി ആയപ്പോൾ പ്രീ സ്കൂൾ കുട്ടികളുടെ സേവനം നമുക്ക് ഒരുപാട് കൊടുക്കാനും കഴിയാത്ത സ്ഥിതിയിലാണ് പോകുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് THR HCM മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിലാണെങ്കിൽ നമുക്കറിയാം, അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ആദ്യം നമ്മൾ ഹാജർ നിലയാണ് ഡെയിലി ട്രാക്കിംഗ് പേജിലേക്ക് മാർക്ക് ചെയ്യുന്നത്. എത്ര കുട്ടികളാണോ ഹാജരായത് ആ കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ മുടക്കം കൂടാതെ മോർണിംഗ് സ്നാക്സ് കൊടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്, HCM കൊടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ECCയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് പഠനാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ECCയും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ മഴക്കാലക്കെടുതി ആയതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അംഗനവാടികൾ തുറക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രീ സ്കൂൾ കുട്ടികൾക്ക് മാത്രമാണ് അവധി കൊടുത്തിട്ടുള്ളത്. പ്രീ സ്കൂൾ കുട്ടികൾ വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ട്രാക്കർ എൻട്രിയാണ് ഇതിനകത്ത് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള സാഹചര്യമാണ്. അതായത് അംഗനവാടി തുറക്കുന്നുണ്ട്, പ്രീ സ്കൂൾ കുട്ടികൾ വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ്. ആ സാഹചര്യമാണെങ്കിൽ സാധാരണ ആ കുട്ടികൾ വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒഫീഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന അറിയിപ്പ് അത് പ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ പോർഷൻ ട്രാക്കർ എൻട്രിയിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾ വരണ്ട അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ നമുക്ക് ഹാജർ നില മാർക്ക് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ HCM മാർക്ക് ചെയ്യാൻ കഴിയില്ല. അതേപോലെയാണ് മോർണിംഗ് സ്നാക്സും ECCയും നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണ നിങ്ങൾ അംഗൻവാടിയിൽ വന്നു എന്ത് ചെയ്യണം? ഡെയിലി ട്രാക്കിംഗ് പേജ് ഓപ്പൺ ചെയ്ത് അംഗൻവാടി ഓപ്പൺ എന്ന് മാത്രമേ നമുക്കന്ന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം കുട്ടികൾ അന്ന്
ഹാജരല്ല, ഹാജരാവേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശം നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അനായാസം ചെയ്യാം. ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാനും വാക്സിനേഷൻ കൊടുക്കാനും CB നടത്താനും മറ്റ് പ്രവർത്തനങ്ങളെല്ലാ എൻട്രികളും പോർഷൻ ട്രാക്കറിനകത്ത് വരുത്താം. അതിലൊന്നും തടസ്സങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ നോക്കുക. നമ്മൾ അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായി കിട്ടുന്ന സാഹചര്യം ഇങ്ങനെയാണെന്ന് കരുതുക. അതായത് പ്രീ സ്കൂൾ കുട്ടികൾ കർശനമായിട്ടും അംഗൻവാടിയിൽ വരേണ്ടതില്ല, എന്നാൽ അവരുടെ HCM THR രൂപേണ കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും പോർഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾ ആരും തന്നെ അംഗൻവാടിയിലേക്ക് വരുന്നില്ല എങ്കിൽ അവരുടെ രക്ഷിതാക്കൾ വരുന്ന സമയം അവർക്ക് ലഭിക്കേണ്ട അന്നത്തെ HCM കൊടുക്കണമെന്ന് നിങ്ങളോട് നമ്മളുടെ അധികാരികൾ നിങ്ങളെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളത് ആ വരുന്ന കുട്ടിയുടെ രക്ഷിതാവിനനുസരിച്ച് ഹാജർ നില നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒപ്പം തന്നെ വേവിച്ച ഭക്ഷണമാണ് നിങ്ങൾ കൊടുത്തു വിടുന്നതെങ്കിൽ HCM ആണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. HCM എന്നുള്ളത് 1 ഡേ മാർക്ക് ചെയ്ത് ആ HCM നിങ്ങൾക്ക് അവരിലേക്ക് കൊടുത്തു വിടാവുന്നതാണ്. ഇത്തരത്തിൽ എത്ര ആളുകളാണോ അല്ലെങ്കിൽ എത്ര രക്ഷിതാക്കളാണോ കുട്ടികൾക്ക് വേണ്ടി അംഗൻവാടിയിലെത്തി HCM സ്വീകരിക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നത്, ആ കുട്ടികൾക്കൊക്കെ തന്നെ ഹാജർ നില മാർക്ക് ചെയ്ത് HCM നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കുക. THR എന്ന് പറയുന്നത് നമുക്കറിയാം റോ ഫുഡായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ HCM സ്വീകരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് THR ആയിട്ട് മാർക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. HCM ആണ് ഡെയിലി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എത്ര കുട്ടികളാണോ ഓരോ ദിവസങ്ങളിലും വരുന്നത് ആ ഓരോ ദിവസങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നു പോകുന്നത്. എന്നാൽ THR ശ്രദ്ധിക്കുക, ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും കൊടുക്കുന്നത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ അതിനകത്തുള്ളൂ. രണ്ടാമത് 15 ദിവസം, മൂന്നാമതെന്ന് പറയുന്നത് 25 ദിവസം. ഇത്തരത്തിൽ ഓരോ ദിവസങ്ങളിലായിരിക്കും നമ്മൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടുക. അത് അലേർട്ടുകൾക്കനുസരിച്ചിട്ടാണ് പ്രീ സ്കൂൾ കുട്ടികൾ ഹാജരാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അടുപ്പിച്ചൊരു 7 ദിവസം എന്നുള്ളത് നമ്മളുടെ പോർഷൻ ട്രാക്കറിനകത്തില്ല. എന്നാൽ 1-2 ദിവസങ്ങളിലാണെങ്കിൽ THR മാർക്ക് ചെയ്യാനും കഴിയില്ല. അപ്പോൾ റോ ഫുഡാണ് കൊടുക്കുന്നതെങ്കിലും നമുക്ക് HCM ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള സാഹചര്യം മാത്രമേ പോർഷൻ ട്രാക്കറിനകത്തുള്ളൂ. THR മാർക്ക് ചെയ്യാൻ കഴിയില്ല. HCM ആയി വേവിച്ച ഭക്ഷണമായിട്ട് വരുന്ന ഗുണഭോക്താക്കളുടെ രക്ഷിതാക്കളിലൂടെയാണ് ഇത് വിതരണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ HCM മാർക്ക് ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സംശയങ്ങളില്ലാതെ തെറ്റുകൂടാതെ പോർഷൻ ട്രാക്കറിലെ എൻട്രികൾ വരുത്തുക എന്നുള്ളതാണ്. എൻട്രി പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയത് എപ്പോഴാണ്? പുതിയ SNP ഗൈഡ് ലൈൻ വന്നത് പ്രകാരമാണ്. അതായത് ഓരോ ക്വാർട്ടറുകളിലും നിശ്ചിതമായിട്ടുള്ള HCM 16 ദിവസമെങ്കിലും ആ കുട്ടിക്ക് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഇനി വരാനുള്ള മാസങ്ങളിലൊക്കെ തന്നെ HCM മുടക്കം കൂടാതെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദിവസം പോലും എൻട്രികൾ വിട്ടുപോകാതിരിക്കാൻ നിരന്തരം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് പോഷകഭാഷ എന്ന ചാനൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള പോഷകഭാഷ എന്ന വാട്സപ്പ് ചാനൽ കൂടി ഫോളോ ചെയ്യാനുള്ള അഭ്യർത്ഥന കൂടിയാണ്. താങ്ക് യു.